മരണപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ്റെ വീഡിയോ തന്നെ പുറത്തു വന്നു. ആ വീഡിയോ ഞെട്ടിപ്പിക്കുന്നതാണ്. RSS ദുരൂഹതകൾ നിറഞ്ഞൊരു സംഘടനയാണ്. നിങ്ങൾ RSSന്റെ ഏതെങ്കിലും നേതാക്കളെ പുറത്ത് കാണാറുണ്ടോ? അവർ എക്സ്പോസ് ചെയ്യപ്പെടാറുണ്ടോ? RSSന്റെ ശാഖകളിൽ നടക്കുന്ന കാര്യങ്ങൾ അതീവ ദുരൂഹതയായി അവർ മറച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ RSSന്റെ ശാഖകളെ സംബന്ധിച്ചും അതിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു സോഷ്യൽ ഓഡിറ്റും അവർ ഒരിക്കലും സമൂഹത്തിന് മുമ്പിൽ വെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ, പ്രത്യേകിച്ചും വളരെ ട്രാൻസ്പെറൻ്റായ ഒരു ജനാധിപത്യ സമൂഹത്തിൽ RSS നിഗൂഢതകൾ സൂക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടാനുള്ളത്. ഒന്ന്, RSSന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് പൊതുസമൂഹത്തോട് നിലപാട് പറയാൻ തയ്യാറാകണം. ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണത്തിലേക്കെത്തിയ സംഭവത്തിൽ പോലീസിൻ്റെ ശക്തമായ അന്വേഷണം തുടരുന്നുണ്ട്. ആ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DYFI കേരളത്തിലെമ്പാടും ശക്തമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി DYFI കേന്ദ്ര കമ്മിറ്റി അവർ രാഷ്ട്രീയ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഇടങ്ങളായി ഒരു കാരണവശാലും ഒരു ആരാധനാലയങ്ങളും മാറാൻ പാടില്ല. അത് ക്ഷേത്രങ്ങളുമല്ല, ഒരു ആരാധനാലയങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഇടമായി മാറാൻ പാടില്ല. അത് വിശ്വാസികളുടെ സ്ഥലമാണ്. അതിനെ ആ നിലയിലാണ് അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത്. RSSനോ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ ഓർഗനൈസേഷൻ, ഏത് മതത്തെ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണൽ ഓർഗനൈസേഷൻ, വർഗീയ സംഘടനകൾക്കോ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ല. അവരുടേതെല്ലാം പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകൾ മാത്രമാണ്.